കിളി പൊന്നിളം കിളി കുഞ്ഞു തൊട്ടിലിൽ നീലവാനിലെ നിലാവിൻ തോപ്പിലെ മണിക്കതിർക്കിനാവ് കണ്ടുവോ മുരളിയേട്ടന്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. പക്ഷെ ഉഷേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോ പറയാതെ വയ്യ. അമ്മ ചോദ്യം ചെയ്യണ്ട, പക്ഷെ കണ്ണും പൂട്ടി അനുസരിക്കാതെങ്കിലും ഇരുന്നൂടെ? അമ്മയ്ക്കെതിരെ ഓരോരുത്തർ അണിനിരത്തല്ലേ? ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടും തൃപ്തിയായില്ലേ നിനക്ക്? ഇനി ഈ പാവത്തിനെ കൂടി തടവിലാക്കണോ? ഇരുട്ടിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വെളിച്ചം കാണുന്നത് പോലും ഇഷ്ടമല്ല എന്നറിയാം. പക്ഷെ സ്വയം തിരുത്താനും ജീവിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് താങ്ങാവുന്നതിൽ തെറ്റുണ്ടോ? ഉണ്ടെന്നാണ് മറുപടിയെങ്കിലും ഞാനത് കാര്യമാക്കുന്നില്ല. എന്താ നിന്റെ സ്വരത്തിനൊരു കടുപ്പം? ഉണ്ട്, ഉണ്ടാവും. അങ്ങനെയായില്ലെങ്കിൽ ഇനി ഈ വീട്ടിൽ ഒരുപാട് ഉഷേച്ചിമാരുണ്ടാവും. അവരെ കൊണ്ട് ഈ വീട് നിറയും. തെറ്റുപറ്റിയത് നമുക്കായിരുന്നു. ഞാന് ശ്യാമയെടുത്തയാ. നീ നാളെ രാവിലെ ഇവിടെ എത്തണം. ഉഷേച്ചി അമ്മയുടെ കഴുത്തിന് കയറി പിടിച്ചു. ഓവ് ബോധമില്ലാതെ തന്നെയാ. അമ്മ അവരെ പിടിച്ച് ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുക. ആര് പറഞ്ഞിട്ടും തുറക്കുന്നുമില്ല, ആഹാരം കൊടുക്കുന്നുമില്ല. സാരമില്ല, വന്നേ പറ്റൂ. ശരി, രാവിലെ. ഉറങ്ങാൻ കഴിഞ്ഞില്ല. ആളില് വെളിച്ചം കണ്ടൊരു സംശയം, അതാ നോക്കിയത്. ആർക്കാ ഫോൺ ചെയ്തത്? സേതുവിന് നാളെ രാവിലെ വരാൻ പറഞ്ഞിട്ടുണ്ട്. നന്നായി, അവൻ വരട്ടെ. കുടുംബിനി
വരൂ. ഗായത്രി അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? സുഖം. എന്താ വിശേഷിച്ച്? വിശേഷിച്ചൊന്നുമില്ല. കുറേ നാളായില്ലേ ഈ വഴിക്കൊന്നും ഇറങ്ങിയിട്ട്. വാസുവിൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വന്നതാ, പണ്ടത്തെ ഒരു ഇടപാടുകാരൻ സംസാരിക്കാൻ. എന്നാ പിന്നെ ഉഷമോളെ കൂടെ ഒന്ന് കണ്ടിട്ട് മടങ്ങാന്ന് കരുതി. കാണാൻ പറ്റിയ കോലത്തിൽ നിൽക്കുമ്പോ തന്നെയാ മുത്തശ്ശന്റെ വരവ്. അതെന്താ ഗായത്രി അമ്മ അങ്ങനെ പറഞ്ഞത്? കാര്യമൊക്കെ നല്ലപോലെ അറിയാലോ, പിന്നെ എന്തിനാ ഈ പൊട്ടംകളി? ഇരിക്കും. തരക്കേടില്ലാത്ത കുടുംബക്കാരാന്ന് തോന്നിയിട്ടാ അന്ന് ഈ ബന്ധത്തിന് ഞാൻ സമ്മതിച്ചത്. ഇന്നിപ്പോ പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. തലയ്ക്ക് വെളിവില്ലാത്ത ഒരെണ്ണത്തിനെയാ എല്ലാവരും കൂടി എന്റെ മോന്റെ തലയെ കെട്ടിവെച്ചതെന്ന് ഞാൻ അറിഞ്ഞോ? കുടുംബമഹത്വം പറയുമ്പോ എന്തായിരുന്നു അവന്റെ നീളം? മൂക്കോളം കടത്തിൽ മുങ്ങി നിൽക്കുമ്പോഴും മേനി പറച്ചിലിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പഴയ പ്രതാപത്തിന്റെ നേരിയൊരു നിഴല് പോലും ഇല്ല ഇപ്പൊ കാവുമ്പാട്ടുകാർക്ക്. എന്നാലും കുടുംബമഹിമയ്ക്ക് ഒരു കുറവ് പോലുമില്ല ഈ നിമിഷം വരെ. ഈശ്വരഹിതം മറികടക്കാനാവില്ലല്ലോ. കൈ നിറയെ തന്നതൊക്കെ തിരിച്ചു വിടണമെന്നാവശ്യപ്പെട്ടാൽ കൊടുത്തല്ലേ പറ്റൂ. തന്നതിന്റെ ഇരട്ടി തിരിച്ചെടുത്തു ദൈവം. എന്റെ കുട്ടികളുടെ ജീവനടക്കം. സങ്കടമില്ല, സമാധാനിക്കാൻ വിധി എന്നൊരു വാക്കുണ്ടല്ലോ. ആ ഗതി ആർക്കും വരരുതേ എന്ന പ്രാർത്ഥനയുള്ളൂ. ആ, അതൊക്കെ പോട്ടെ. ഉഷയൊന്ന് വിളിക്കൂ. മടങ്ങാൻ അല്പം ധൃതിയുണ്ട്. അനിയത്തിക്കുട്ടിയെ തനിച്ചാക്കിട്ടാ പോന്നത്. അവളെ ഇപ്പൊ കാണാൻ പറ്റില്ല. ഈ കോലത്തില് കാണാതിരിക്കുന്നതാ നല്ലത്. മനസ്സിലായില്ല. ഭ്രാന്ത് മൂത്ത് ഇവിടെയുള്ളവരുടെ മെക്കിട്ട് കയറാൻ തുടങ്ങിയപ്പോ ഞാൻ പിടിച്ച മുറിയിൽ പൂട്ടിയിട്ടു. 2 ദിവസം തനിച്ചു കിടക്കട്ടെ, തലച്ചൂട്ടൊന്ന് അടങ്ങും, അപ്പൊ തുറന്നുവിടാം. എന്റെ കുട്ടിയെക്കുറിച്ച് തന്നെയാണോ നിങ്ങൾ ഈ പറയുന്നൊക്കെ? അതെ. ഗുളികൻ ഉച്ചയിൽ ഉദിച്ച സമയത്തിന് ഇതൊക്കെ ഇങ്ങോട്ട് തന്നെ വന്ന് കയറുകയും ചെയ്തു. ഗായത്രി അമ്മേ, ഒരല്പം കൂടി മാന്യത കാണിച്ചാൽ ഉപകാരം. പഴയ നിലയും വിലയും ഓർത്തു വേണ്ട. പ്രായത്തിൽ മുതിർന്ന ഒരാളെന്ന് കരുതി മാത്രം. ഞങ്ങളോട് ചെയ്ത ചതി ഓർക്കുമ്പോ അത്രയ്ക്കങ്ങ് ബഹുമാനിക്കാൻ തോന്നുന്നില്ല. കൊട്ടും കുരവയായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് സ്ഥിരബുദ്ധിയുള്ള ഒരു പെണ്ണിനെ അല്ലല്ലോ. ഇന്നലെ കഷ്ടിച്ചാ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇതിപ്പോ ആദ്യത്തെ തവണയല്ല. വല്ല ആശുപത്രിയിലാക്കാന്ന് വെച്ചാ ഈ തറവാട്ടിൽ ആദ്യമായിട്ടാ ഇങ്ങനെയൊന്ന്. ആ നാണക്കേട് ഓർത്തപ്പോ അതും വേണ്ടെന്ന് തോന്നി. ഒന്നിനും വയ്യാത്തൊരവസ്ഥയാ നാശത്തെ കൊണ്ട്. അവള് ചെയ്തതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കാം നിങ്ങളോട്. പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം അത് നിങ്ങളെപ്പോലെ എനിക്കും അറിയാം. ഒന്നും അറിയില്ലെന്ന് നടിക്കുന്നത് എന്റെ മനസ്സ്. അവളെ കൊണ്ട് അത്രയ്ക്ക് ശല്യമാണെങ്കിൽ ഞാൻ കൊണ്ടുകൊള്ളാം. ഇനിയിപ്പോ അങ്ങനെ ഒന്നുകൂടെ ബാക്കിയുള്ളൂ. എന്നാലും സാരമില്ല, നിങ്ങൾക്ക് മനസ്സമാനം കിട്ടുമല്ലോ. തിരിച്ചു തരാനുള്ള വഴി തന്നെ ആലോചിക്കുന്നത്. പക്ഷേ അതിന് ചില നീക്കുപോക്കുണ്ട്. അതൊന്ന് കഴിഞ്ഞോട്ടെ. അവകാശവും പറഞ്ഞ് പിന്നൊരു കാലത്ത് കയറി വരാതിരിക്കാൻ നോക്കണ്ടേ? ഞാൻ എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടോട്ടെ. അതിനെങ്കിലും ഒരു ദൈവം ഉണ്ടാവണം. കാണാൻ നിന്നാ അവൾക്ക് വീണ്ടും ബാധ കൂടും. അതും ഞങ്ങൾ തന്നെയല്ലേ അനുഭവിക്കേണ്ടത്? അല്ല, ഇനിയിപ്പോ എപ്പോഴും കൂടെ ഉണ്ടാവുമല്ലോ. കണ്ണു നിറച്ച് കാണാം. തൽക്കാലം കാർന്നൂര് പോവാൻ നോക്ക്. മുത്തശ്ശ, വന്നിട്ട് അധിക നേരമായോ? വരേണ്ടിയിരുന്നില്ല എന്നിപ്പ തോന്നുന്നു. അത്രയ്ക്ക് ഗംഭീരമായിരുന്നു അമ്മയുടെ സ്വീകരണം. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ? അതോ എല്ലാരും കൂടി അതിനെ? മുത്തശ്ശൻ വരൂ.
സ്വഭാവം മുത്തശ്ശൻ അറിയാലോ. എന്നോട് ദേഷ്യം തോന്നരുത്. എനിക്ക് ആരോടും ദേഷ്യമില്ല കുഞ്ഞെ. ഉണ്ടെങ്കിൽ അത് സർവശക്തനായ ദൈവത്തോട് മാത്രം. എല്ലാം കണ്ടും കേട്ടും വേദനിക്കാൻ ആയുഷിങ്ങനെ നീട്ടിത്തന്നതിന് ആട്ടിയിറക്കി വിട്ടിട്ടും നീ വിളിച്ചപ്പോ ഒപ്പം വന്നത് എന്റെ കുട്ടി ഓർത്തുള്ള സങ്കടം കൊണ്ടാ. പറ, എവിടെ അവൾ? അമ്മയുടെ സമ്മതമില്ലാതെ ആരും കണ്ടുപോകരുതെന്നാ. ധൈര്യമുള്ള ഒരുത്തന അവളെ പോറ്റുനിന്ന് വിശ്വസിക്കാനായിരുന്നു എനിക്കിഷ്ടം. ആ പ്രതീക്ഷ ഇപ്പം നിലച്ചു. ഈ പ്രായത്തിൽ ഇതൊക്കെ കണ്ട് സങ്കടപ്പെടാൻ ഈ കിഴവന് പറ്റൂ. പക്ഷേ കളിപ്പാവയാനുള്ള പ്രായമല്ല നിനക്ക്. അമ്മയെ സ്നേഹിക്കരുന്നോ അനുസരിക്കരുന്നോ അല്ല ഞാൻ പറയുന്നത്. സ്വന്തം ജീവിതം നശിപ്പിച്ചിട്ടാവരുതത്. എനിക്കറിയാം. ഇതൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് അവളെ കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടണമെന്നുണ്ട്. പക്ഷേ ഒരു തുടക്കത്തിന് വേണ്ടിയുള്ള ശക്തി അമ്മയെ പറ്റി ഓർക്കുമ്പോൾ അതാണ് എനിക്ക് കിട്ടാത്തത്. ജീവിതം ഒരുപാട് കണ്ടുമെടുത്തവനെ ഞാൻ. ആ അനുഭവത്തിൽ നിന്ന് പറയുക, തുടങ്ങേണ്ടടുത്ത് തുടങ്ങാതെ നിന്ന് പോയാൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും. എന്റെ വാസ്കുട്ടിനും പറ്റിയത് തന്നെയാ. കൊന്നുകൂട്ടിയതെല്ലാം ഓരോന്നോരോന്നായി കൈവിട്ടു പോയപ്പോൾ തടയിടാൻ ശ്രമിക്കാതെ എല്ലാം ഒന്നായി പിടിക്കാമെന്ന് കരുതി കാത്തിരുന്നു. എന്നിട്ടോ കഴിയില്ലെന്ന് ബോധ്യമായപ്പോൾ സ്വയം അങ്ങ് അവസാനിപ്പിച്ചു. 2 കുട്ടികളും ഈ കിഴവനും ബാക്കി. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് അവനോട് മതിപ്പുണ്ട്. അവസാന നിമിഷം വരെ അവൻ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ് ജീവിച്ചത്. എല്ലാം തീരുമാനിച്ചെടുത്ത രാത്രിയിലും ഉഷയ്ക്കും ഗംഗയ്ക്കും കുപ്പായം സ്വർണ്ണക്കൊലുസായിട്ടാണ് വന്നത്. മക്കളെങ്കിലും ഒന്നും അറിയാതെ വളരട്ടെ അച്ഛ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അറിയില്ലായിരുന്നു എനിക്ക് അവൻ്റെ മാലയുടെ ഉള്ളിൽ അങ്ങനൊരു പാഴ്ബുദ്ധി ഉറച്ചുപോയെന്ന്. എല്ലാവരും കൂടി എവിടെ പൂട്ടിയിട്ടില്ല എൻ്റെ കുഞ്ഞിനെ. രാജകുമാരിയെപ്പോലെ വളർന്നാൾ അവള്, അത് ഓർമ്മ വേണം. പെൺമക്കളില്ലാത്തൊരു വീട്ടിലേക്ക് അവളെ ഞാൻ പറഞ്ഞയച്ചത് അവളൊരു മോളെ പോലെ കാണുമെന്നുള്ള വിശ്വാസത്തിലാ. പക്ഷെ ഇപ്പോ മറഞ്ഞുപോയ അവളുടെ അച്ഛനും അമ്മയും മോളിൽ എവിടെയോ ഇരുന്ന് സങ്കടപ്പെടുന്നുണ്ടാവും, നിങ്ങളെയൊക്കെ ശപിക്കുന്നുണ്ടാവും. കരയല്ലേ മുത്തശ്ശ. വാ. വേണ്ട മോളെ, എനിക്ക് അവളെ കാണണ്ട. അവളുടെ മുഖത്ത് നോക്കി ഒന്നും പറയാനുള്ള ശക്തിയില്ല. വന്നതുപോലും അറിയണ്ട. അറിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് സങ്കടാവും. കാവുംപാട്ട് കുടുംബത്തിൽ പെണ്ണി ചോദിച്ചു വന്നപ്പോൾ ഗായത്രമ പറഞ്ഞ ഇപ്പോഴെനിക്ക് ഓർമ്മയുണ്ട്. ഒന്നിനൊരു കുറവുണ്ടാക്കാതെ സ്വന്തം മോളെ പോലെ നോക്കിക്കൊള്ളാമെന്ന്. കൊന്നുകളയാൻ തോന്നിയില്ലല്ലോ, അതുതന്നെ മഹാഭാഗ്യം. ഈ നരകത്തിൽ നിന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചതാ. പക്ഷെ അവൾ സമ്മതിക്കണ്ടേ. ഭർത്താവിനെ വിട്ട് എങ്ങോട്ടുമില്ലെന്ന വാശി. ആ സ്നേഹം അവനോട് തോന്നിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന് ഗതി വരില്ലായിരുന്നു. മുരളിയേട്ടന് സ്നേഹക്കുറവൊന്നുമില്ല മുത്തശ്ശ. അത് ഉഷേച്ചയ്ക്ക് നന്നായിട്ട് അറിയാം. അമ്മയുടെ കൂത്തിന് മുന്നിൽ എതിര് നിൽക്കാനാവുന്നില്ല. മുരളിയേട്ടന്റെ മാത്രം സ്ഥിതിയല്ല, ഒരു പരിധിവരെ ശശിയേട്ടനും ഇങ്ങനെ തന്നെയാ. വഴി കാട്ടേണ്ടവർ തന്നെ വെളിച്ചം തല്ലിക്കെടുത്ത് കാണുമ്പോൾ എന്താ ഈ സ്ത്രീക്ക് പറ്റിയത്? ചിലപ്പോൾ ദൈവത്തിന് പോലും പിടികിട്ടാത്ത മനസ്സായിരിക്കും അവരുടേത്. കാവുംപാട്ടെ പടിയിറങ്ങുമ്പോൾ ഉഷയ്ക്ക് ഭ്രാന്തില്ലായിരുന്നു. പറഞ്ഞു പറഞ്ഞ് ഭ്രാന്തിയാക്കുകയാണ് എൻ്റെ കുട്ടിയെ. അറിഞ്ഞോ അറിയാതെയോ അതിന് കൂട്ടുനിൽക്കാനല്ലേ മുരളിയും ശ്രമിക്കുന്നത്. ഇല്ല മോളെ, ഈ കിഴവൻ്റെ ഒക്കിൽ ജീവനുള്ളിടത്തോളം കാലം അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. സന്തോഷത്തോടെ കൂട്ടിക്കൊണ്ടുപോകും. നാട്ടുകാരുടെയും ബന്ധുക്കളുടെ മുമ്പിൽ നാണം കെടേണ്ടി വരും. വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നവന് ഇനി എന്ത് കുളിര്? ബന്ധം ഒഴിയാനുള്ള കള്ളാസം അവൻ ഒപ്പിട്ട് കൊടുത്തോട്ടെ.
ഭ്രാന്തിയായ ഭാര്യയ്ക്കൊപ്പം ജീവിക്കാനൊക്കില്ല എന്ന് കാരണവും പറഞ്ഞോട്ടെ. ഇല്ലമ്മേ, ആ ഡിവോഴ്സ് പെറ്റീഷനിൽ ഞാൻ ഒപ്പിടില്ല. ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ നിന്റെ ഈ തീരുമാനം? ആ, ഒരുപാട് ചിന്തിച്ചു. എന്നിട്ടായി മറുപടി. എല്ലാവരുടെ മുന്നിലും കഴിവുകെട്ടാനെ നിൽക്കുമ്പോൾ എന്നോട് തന്നെ വെറുപ്പായിരുന്നു. സ്വയം അവസാനിപ്പിച്ചാലെന്ന് പലവട്ടം തോന്നിയിട്ടുണ്ട്. ഞാനത് ചെയ്യാതിരുന്നത് അവളുടെ ജീവിതത്തിൽ ഇനി ഞാനെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന് കരുതിട്ടാ. എനിക്കും എന്റെ ജീവിതത്തിൽ അവള് തന്നെ വേണം. അപ്പോ അമ്മയുടെ കടലാസ് ഞാൻ ഒപ്പിടില്ല. നിർത്ത്. നന്നായി പ്രസംഗിക്കുന്നുണ്ടല്ലോ നീ. എവിടുന്ന് കിട്ടി ഈ ധൈര്യം? ഇത് ആ എണ്ണംകെട്ടവളുടെ ബുദ്ധിയാണോ? നോക്ക്, വന്ന് കയറിയവളുമാരുടെ പാട്ടും പരാതിയും കേട്ട് എന്നോട് എതിര് പറയാൻ നിൽക്കരുത്. അങ്ങനെ ഒരു വിചാരം മോന്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് മുളയിലെ അങ്ങ് നുള്ളിക്കണം. വക്കീല് ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒരേ ഒരു ഒപ്പ്, അത് മാത്രം ചെയ്താൽ മതി. അനുസരിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് ഇത്തിരി കാശ് കളയേണ്ടി വരുമെന്നേ ഉള്ളൂ. നിന്റെ ഒപ്പ് നിന്നേക്കാൾ ഭംഗിയായിട്ട് ഇടാൻ കഴിയുന്നവരെ അന്വേഷിക്കും ഞാൻ. പകരക്കാരെ കൊണ്ടുവന്ന് എല്ലാം നേടാൻ കഴിയുമെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടോ? എന്റെ അടുത്തുനിന്ന് അവളെ ഒന്ന് മാറ്റി നിർത്താൻ അമ്മയ്ക്ക് കഴിയോ? അമ്മ ഇനി കോടി രൂപ മുടക്കിയാലും അതിനാവില്ല. ഞാൻ ഇറങ്ങുന്നു. നിന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് നീ ആലോചിക്ക്. നീ എടുക്കുന്ന ഏത് തീരുമാനവും മുത്തശ്ശൻ ഒരുപോലെയാ. പൊയ്ക്കോട്ടെ. ഓഹോ, ബന്ധുബലം കണ്ടിട്ടുള്ള ഇളക്കമാണല്ലേ? കാർന്നവരെന്തെങ്കിലും മോഹം മനസ്സിൽ തിരികിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് മറന്നേക്ക്. പ്രതാപം പുഴുങ്ങി തിന്നാ വയറ് നിറയില്ലടാ. പട്ടിണി കിടന്ന് ശരീരം കായുമ്പോ മൂട്ടിലെ പൊടിയും തട്ടി മോൻ അമ്മയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരും. അന്ന് സ്വീകരിക്കണോ വേണ്ടോന്ന് അമ്മ രണ്ടാമതൊന്ന് ആലോചിക്കും. വർഷങ്ങളായല്ലോ അമ്മ ഇങ്ങനെ ഭീഷണി മുഴക്കി എന്നെ ഈ കാൽച്ചോട്ടിലിടാൻ തുടങ്ങിയിട്ട്. പട്ടിണി കിടക്കാതിരിക്കാൻ ഭാര്യയെ ഉപേക്ഷിക്കണമെങ്കിൽ ആ ചോറ് എനിക്ക് വേണ്ട. അല്ലെങ്കിലും വിഷം ചേർത്ത് വിളമ്പുന്നത് ദഹിക്കാതാകാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി. എന്താടാ പറഞ്ഞത്?